അപ്പോൾ ഇന്ന് വെക്കാൻ പോണ ഒരു നെഞ്ചെല്ലിൻ്റെയാണ്. നെഞ്ചടി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത്. നെഞ്ചെല്ലി, അതായത് എല്ലാവരും അവർക്ക് ഇറച്ചി ഇല്ലാത്തതായിരിക്കും എല്ലെന്നാണ്. നല്ല മാംസമുള്ളതാണ് ഈ നെഞ്ചെല്ലെന്ന് പറയണത്. പിന്നെ തന്നെയല്ല നെയ്യും, ഇത് കണ്ട എല്ലാ ഇറച്ചിക്കും നല്ല എല്ലിന് നല്ല ഇറച്ചിയോടുകൂടിയാണ് ഈ നെഞ്ചെല്ല് കിട്ടുന്നത്. നമ്മൾ വേറുള്ള സ്ഥലത്തെ എല്ല് മേടിക്കും പോലെ അല്ല നെഞ്ചെല്ല് മേടിക്കുമ്പോൾ നല്ല മാംസത്തോടു കൂടിയാണ് കിട്ടണം. കണ്ട എല്ല് ഇത്രയൊക്കെ കാണത്തുള്ളൂ, നല്ല മാംസമുണ്ട്. കണ്ട എല്ലാത്തിനും ഉണ്ട് മാംസം. ഇതിപ്പോൾ ഞാൻ 1 കിലോയാണ് മേടിച്ചേക്കണം. ഇന്ന് നെഞ്ചെല്ല് എങ്ങനെയാണ് നല്ല രീതിയിൽ കറി വെക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി വിനീഗറൊക്കെ ഇട്ട് കഴുകണം. ഇത് എന്നാലേ മുഴുവൻ ബ്ലഡ് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്ന് 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ ഈ വിനീഗർ ഒഴിച്ച് കഴുകും. നല്ല ഇതാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ, പഴയ കാലത്തെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 1 കിലോ നെഞ്ചടി എന്നാണ് ഞങ്ങൾ പറയണത്. നെഞ്ചെല്ലിനുള്ള സാധനങ്ങളാണ് ഇത്രയും. വെളുത്തുള്ളി അത് കല്ല് ചതച്ചെടുക്കാവുള്ളൂ, മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കരുത്. പേസ്റ്റിൻ്റെ ടേസ്റ്റ് വേറെ, ചതച്ചിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലാതെ കൊണ്ട് അരച്ചെടുക്കരുത്. പിന്നെ 4 പച്ചമുളകുണ്ട്. ഇത്ര ഈ ഒരു കഷ്ണം, 2 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 1 തക്കാളി, ആ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്, പുളി വേണ്ട, അതുകൊണ്ടാണ് 1 എണ്ണം എടുത്തത്. പിന്നെ സാധാരണ 1 കിലോ ഇറച്ചിക്ക് 3 സവോളയാണ് എടുക്കുന്നത്. ഒരുവിധം മുഴുപ്പുള്ള 3 സവോളയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇത് ചെറിയ 2 സവോള എടുത്തിട്ട് ബാക്കി ചുമന്നുള്ളിയാണ് ഒരു 10-15 കഷ്ണത്തോളം, 15 10-20 കഷ്ണത്തോളം ചുമന്നുള്ളിയാണ് എടുത്തേക്കണം. ഇതിങ്ങി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കും, പച്ചമുളകും ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞെടുക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മസാലകളാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേ സ്പൂൺ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയം എരിവേ ഉള്ളൂ. ഇതിന് എരിവ് കുറവുള്ള മുളക് പൊടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. കാശ്മീരിയും സാദാ മുളകും കൂടെ പൊടിച്ചതാണിത്. അപ്പോൾ എരിവില്ല ഇതിന്. അപ്പോൾ കുരുമുളക് പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട്, നമ്മുടെ എല്ല് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിനെ ഒരു 5-8 പ്രാവശ്യമെങ്കിലും കഴുകണം കേട്ടോ. കഴുകി വിനീഗറിട്ട് കഴുകിയതിന് ശേഷം എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ബ്ലഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കിയിട്ട് ആ എല്ലിൽ പെരട്ടി ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് വഴറ്റിയൊക്കെ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് എല്ല് ഇച്ചിരി മസാല പിടിച്ചൊക്കെ ഇരിക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച്, അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഇടാൻ പോകണം. കുക്കർ ഇച്ചിരി കൂടുതൽ ചൂടായിപ്പോയി. അപ്പോൾ അത് സവോള ഇട്ട്, സവോളയും പച്ചമുളകും കൂടെ ഇട്ട്, പച്ചമുളക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ചുമന്നുള്ളി 5-6 കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കണം, അല്ലാതെ ചെറുതായിട്ടല്ല. അതിനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ സവോളയും പച്ചമുളകൊക്കെ ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇടുന്നത്. പേസ്റ്റ് ആക്കിയ വേറെ ടേസ്റ്റ്. ശരിക്കും പേസ്റ്റ് വരുന്നത് ചിക്കൻ കറിക്ക് മാത്രമേ പേസ്റ്റ് ഇട്ടാൽ ടേസ്റ്റ് വരുള്ളൂ, അല്ലാതെ ബീഫിനും മറ്റുള്ള ഇറച്ചികൾക്കൊക്കെ ചതച്ചിടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതിനെ ഇട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇനി ഉപ്പിടാം കുറച്ച്. അപ്പോൾ ഞാൻ ഇറച്ചിയിലൊന്നും ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വാടി കിട്ടും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെയൊന്ന് വാടി വരണം. വാടി വരുമ്പോഴത്തേക്ക്
നമുക്ക് ഇഞ്ചിയൊക്കെ ഇച്ചിരി കഷ്ണമായിട്ടൊക്കെ കിടക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, വെളുത്തുള്ളി അലുത്ത് പൊക്കോളും, പക്ഷേ ഇഞ്ചി ഇച്ചിരി കഷ്ണമായിട്ടൊക്കെ കിടക്കും. ചതച്ചല്ലേ നമ്മളിടണം. പക്ഷേ ആ കഷ്ണം കിടന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതാ ടേസ്റ്റ്. ഇതിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എല്ലാവരും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കും, എല്ലാമൊക്കെ ചേർത്താണ് വേവിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരുന്നത് ചേർക്കേണ്ട പോലെ ചേർക്കാഞ്ഞിട്ടാണ്. എല്ലാത്തിനും പേസ്റ്റ് കൊള്ളത്തില്ല. അതുപോലെ തന്നെ ചുമന്നുള്ളി ബീഫിനും ഇതുപോലുള്ള എല്ല് കറിക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒത്തിരി ചെറുതാക്കി അരിയരുത്, ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിടണം. ഇറച്ചിക്കൊപ്പം കിടന്നങ്ങനെ വെന്ത് അതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ എടുക്കണം. പണ്ട് കാലത്ത് അമ്മമാരുടെ ഇറച്ചിക്കറിക്കൊക്കെ ടേസ്റ്റ് എന്ന് പറയണത് അത് കൈപ്പുണ്യവും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. അല്ലാതെ ഈ സബോളകളൊക്കെ ചിലവ് വരാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചെറുതായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ അമ്മമാർക്ക് ഉള്ളി പൊളിച്ച് കൊടുക്കും. കാരണം ഉള്ളിയാണ് കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടായിരുന്നു. ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും വായി നിൽക്കുക. അതാണ് നമ്മുടെ പാചകത്തിന് വരുന്ന വ്യത്യാസങ്ങൾ. ന്യൂ ജനറേഷൻ്റെ പാചകവും പഴയ കാലത്തെ ആൾക്കാരുടെ കറിയായിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇപ്പോൾ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞത് ഇടുകയാണ്. ഒരു തക്കാളിയാണ്. അപ്പം പുളി കൂടുതൽ വേണ്ടാത്തവർക്ക് ഇതിൻ്റെ അകത്തെ അരി കളഞ്ഞിട്ട് നമ്മളെടുത്താൽ 2 തക്കാളി ഇല്ല. ഇപ്പോൾ ഒരു തക്കാളി ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കുരുവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അതിൻ്റെ കുരുവിലാണ് പുളി വരുന്നത്. പിന്നെ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ 2 തക്കാളിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ അരി കളഞ്ഞ് ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ തക്കാളിയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് നന്നായിട്ട് വെന്ത് എണ്ണയിൽ കിടന്നതിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ല് ഉണ്ട്, മസാലയൊക്കെ പെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ ഒന്ന് ഇതിലോട്ടിടും. അപ്പോൾ എല്ലാം കണ്ട കളറ് തന്നെ നോക്കിയാൽ നമ്മൾ പച്ചയ്ക്ക് പുരട്ടുന്നതും വറുത്ത് പുരട്ടുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ എണ്ണയും കുറച്ച് ഒഴിച്ചാൽ മതി കറിക്ക്. ഇതൊക്കെ വഴറ്റി എടുക്കണമെങ്കിൽ നല്ല എണ്ണ വേണമല്ലോ. അപ്പോൾ ഇത് എല്ലിന് എന്തായാലും എണ്ണ കാണും, നെയ്യ് കാണും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് ഇതിനെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരും. ഇതിനൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ച് ഇതിൽ നെയ്യുണ്ട്. അപ്പം നമ്മളധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ശകലം വെള്ളം ഒഴിക്കണം. കാരണം ഇറച്ചി മാത്രമല്ലല്ലോ, എല്ലിൻ്റെ ഇടയിൽ ഈ മജ്ജയെല്ലാം വേകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം. ഇറച്ചിനെ പോലെ വെള്ളം ഒട്ടും ഒഴിക്കാതെ വേവിക്കാൻ പറ്റത്തില്ല. എല്ലും വേകണ്ടേ, എല്ലൊക്കെ കടിച്ച് തിന്നാൻ പറ്റിയ എല്ലൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടതിൻ്റെ കളർ വ്യത്യാസം കണ്ട, നമ്മളത് വറുത്തിടുന്നത് കൊണ്ടാണ് ഈ കളർ കിട്ടുന്നത്. അപ്പം നമ്മൾ ഇത് തന്നെ ഈ മസാല കഴുകിയ വെള്ളമാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 2-3 വേപ്പില കൂടെ ഒന്ന് ഇടിയാണ്. വേപ്പില കൂടെ ഇട്ടിട്ട് പച്ചവേപ്പില, വഴറ്റുമൊന്നും വേണ്ട, പച്ചവേപ്പില തന്നെ ഇടുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ കറി വെന്ത കളർ കിട്ടിയിട്ടില്ലേ. ഇതിന് വെന്ത് വരുമ്പം നല്ല കളറും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഒരു ഫിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം. തീ കുറച്ചിട്ടിട്ട് ഒരു 3 വിസിലൂടെ കേൾക്കണം. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ കുക്കറാണ്, ഇത് കനമുള്ള സ്റ്റീലിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ വേഗം വേകും. പക്ഷേ അലൂമിനിയം കുക്കർ ആകുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടിട്ട് 4 വിസിലിന് വേഗത്തില്ല. 5 വിസിൽ 6 വിസിലോളം കേട്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും ഞാൻ പ്രത്യേകം പറയാം, ഓരോ കുക്കറിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ കുക്കർ തന്നെയുണ്ട് ഒരു 10 കിലോ വെയിറ്റ്. ആ വെയിറ്റിനാകുമ്പോൾ അതനുസരിച്ച് ചൂടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം കുക്കറിൻ്റെ കാര്യം പറയണത്. ഒരു 6 വിസിലോ 7 വിസിലോളം നിങ്ങൾ കേൾപ്പിക്കണം, എങ്കിലേ എല്ല് വേഗത്തുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കേൾപ്പിക്കത്തില്ല. ഒരു വിസിൽ കേട്ട് തീ കുറച്ചിട്ട് ഒരു 3 വിസിലൂടെ ഞാൻ കേൾപ്പിക്കും. കുക്കർ ഞാൻ അടയ്ക്കുവാണ്. ഇനി അത് വിസിൽ കേൾക്കട്ടെ.
അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിൽ കേട്ടു കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് കൂടെ ഞാൻ വെച്ചു. അതിന് ശേഷം ഞാൻ തുറക്കുകയാണേ. നമ്മുടെ എല്ലിനെ നോക്കാം നമുക്ക് എന്തായെന്ന്. എന്താ, ഇതാണ് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ കണ്ട നല്ല ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും, അല്ലാതെ കളറ് മാത്രമൊന്നുമല്ല. ഇതാണ് നമ്മുടെ എല്ല് കറി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില, അതായത് പേരിന് മല്ലിയിലയും വേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മസാല ചേർക്കാം. കുറച്ചുകൂടെ മസാല വേണമെന്നുള്ളവർക്ക് മസാല ചേർക്കാം. ഞാൻ വളരെ കുറച്ച് മസാലയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ എല്ല് കറി. അപ്പോൾ റെഡിയാണ്. ഇത് കണ്ടോ, അപ്പോൾ എല്ല് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പോത്തിൻ്റെ നെഞ്ചെല്ലാണ്. പോത്തിൻ്റെ നെഞ്ചെല്ല് പ്രത്യേകം പറഞ്ഞ് മേടിക്കണം. പോത്തിൻ്റെ നെഞ്ചെല്ലാണിത്. അത് കണ്ടോ, ഇത് കറിയൊക്കെ കണ്ടോ, നല്ല ഇത് കണ്ടാൽ നമുക്ക് കപ്പയോ ചോറോ ഒക്കെ കഴിക്കാൻ തോന്നും അപ്പോൾ തന്നെ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പിന്നെ പോത്തിൻ്റെ നെഞ്ചെല്ല് കറി ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളിത് വെച്ച് നോക്കണം കേട്ടോ. ഇത് കൊച്ചിക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അവരുടെ സ്പെഷ്യലാണ്. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ പോത്തുംകാല് കറി, ഇതൊക്കെ കൊച്ചിക്കാരുടെ സ്പെഷ്യലാണ്. അതുകൊണ്ട് കൊച്ചിക്കാരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് അവർക്കൊക്കെ അറിയാം. ബാക്കിയുള്ള നാടുകളിലൊക്കെ പലയിടത്തും അറിയില്ല. ഇതെന്താണ് ഈ നെഞ്ചല് എന്ന് പറയണത് തന്നെ അവർക്കറിയത്തില്ല. നെഞ്ചടി എന്ന് പറഞ്ഞാൽ വാലടി, നെഞ്ചടി, ഇതൊക്കെ ഓരോ ഭാഗങ്ങളും കറി വെക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ കറി. ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.